ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നോമ്പൊക്കെ ആയി തുടങ്ങി. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗിൽ നല്ലൊരു നോമ്പിൻ്റെ റെസിപ്പി ഉണ്ട്. അതുപോലെ തന്നെ ഒരു ഫുഡ് റിവ്യൂവും കൂടി ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ മൊത്തത്തിൽ കാണുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ആദ്യം നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ഒരു പഴം നിറവ് റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. കുറച്ചൊരു വെറൈറ്റി ആയിട്ടുള്ള രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഉണ്ടാക്കുന്ന രീതി കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എന്തായാലും നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്കുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം ആദ്യം തന്നെ. അപ്പോൾ ഞാനൊരു പാൻ ചൂടാക്കിയിട്ട് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്ത പാടനെ നമുക്കതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ഞാനൊരു 2 കപ്പോളം എടുക്കുന്നുണ്ടാവും. അപ്പോൾ ഞാൻ എക്സാക്റ്റ് മെഷർമെൻ്റ് ഒന്നും എടുത്തിട്ടില്ല. കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക, കുറച്ചധികം തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങ ഒന്ന് ഈ ഒരു നെയ്യിൽ ഒന്ന് വഴറ്റിയെടുത്ത ശേഷം അതിലേക്ക് നമുക്ക് പഞ്ചസാരയും ചേർക്കാം, അതുപോലെ തന്നെ ശർക്കരയും ചേർക്കാം. ശർക്കര ക്യൂബ് ചേർക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ ഇവിടെ ഹസ്ബൻഡിന് ഈ ശർക്കരയുടെ ടേസ്റ്റ് ഒട്ടും ഇഷ്ടമല്ല. അപ്പം ശർക്കര ചേർക്കുവാണെങ്കിൽ ഇതുപോലെ ഒരു വലിയൊരു ക്യൂബ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ മെൽറ്റ് ചെയ്തിട്ട് ചേർക്കണം എന്നൊന്നുമില്ല. ഒന്ന് എന്താ പറയുക, ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി ശർക്കര. അപ്പം ഞാനിപ്പോൾ ഇവിടെ പഞ്ചസാരയാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ആ ശർക്കരയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് മാത്രം ഞാൻ പഞ്ചസാര ചേർക്കുവാണ്. പഞ്ചസാര ഒരു 2-3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇത് വല്ലാണ്ട് ഡ്രൈ ആക്കി എടുക്കണ്ട. പഞ്ചസാര ഒന്ന് അതിലൊന്ന് മെൽറ്റായി വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് എല്ലാം കൂടി ഒന്ന് പിടിക്കാൻ പരുവം മാത്രം അതൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. പിന്നെ കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഒരുപാട് നേരം ഒന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. തേങ്ങ ഒന്ന് ചെറുതായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വന്നാൽ, അതുപോലെ പഞ്ചസാര നന്നായിട്ടൊന്ന് മെൽറ്റായിട്ടുണ്ടെങ്കിൽ ഈ ഒരു മിക്സ്ചർ റെഡിയാവും. പിന്നെ ഇതിലേക്ക് ഞാൻ ചെറിയൊരു പീസ് ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു ടേസ്റ്റിനല്ല, ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഒരു ഡാർക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെറിയൊരു പീസ് മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് അവിലാണ്. ഞാനിപ്പോൾ റെഡ് അവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിർബന്ധമില്ല, പക്ഷെ ചേർത്ത് കൊടുത്താൽ അതിൻ്റേതായ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഒരുപാട് നേരമൊന്നും അവൽ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഒരു 1-2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മിക്സ്ചർ റെഡിയായി. അപ്പോൾ പഴനിറവിൻ്റെ അകത്ത് നമുക്ക് നിറച്ച് കൊടുക്കാനുള്ള ഒരു ഫില്ലിങ് അതാണ് ഇപ്പോൾ റെഡി ആയിട്ടുള്ളത്. പലരും പല രീതിയിലായിരിക്കും ഫില്ലിങ്ങൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പം ഈ രീതിയിൽ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റ് ആട്ടോ. അവൽ ചേർക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഞാനിപ്പം 4 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വല്ലാണ്ട് പഴുപ്പ് ഏറിയ പഴമല്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ പഴനിറവ് ഉണ്ടാക്കുമ്പോൾ സാധാരണ നമ്മൾ പഴമൊക്കെ തൊലിച്ചിട്ടല്ല ഉണ്ടാക്കുന്നത്. അപ്പോൾ പഴനിറവ് ഉണ്ടാക്കുമ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ പഴം നന്നായിട്ട് കഴുകിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അറ്റം വരെ കട്ട് ചെയ്യേണ്ട, ഒരു ഏകദേശം ഈ ഒരു പോർഷനിൽ നമുക്ക് നിർത്താം. അപ്പോൾ അങ്ങനെ 3 വശത്ത് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. അകത്ത് നന്നായിട്ട് കട്ട് ചെയ്തോട്ടെ, പക്ഷെ വല്ലാണ്ട് ആഴത്തിൽ കട്ട് ചെയ്യേണ്ട. നിങ്ങൾക്ക് ഒരെണ്ണം കട്ട് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ തൊലിക്കാണ്ട് വേണം ഇത് കട്ട് ചെയ്തെടുക്കാൻ. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ഫില്ലിങ്ങൊക്കെ നന്നായിട്ട് അതിൻ്റെ അകത്ത് വെച്ച് കൊടുക്കാം. പലരും പറയുന്ന പ്രശ്നം എന്താ വെച്ചാൽ ഈ പഴനിറവ് ഉണ്ടാക്കുമ്പം പൊട്ടിപ്പോകുന്നു, അല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് ഫില്ലിംഗ് ഒന്നും വെച്ച് കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊക്കെ പ്രശ്നമാണ്. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പം ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ പഴം തൊലിക്കാണ്ട് വല്ലാണ്ട് പഴുത്ത പഴം കൊണ്ട് നമുക്കിങ്ങനെ ചെയ്തെടുക്കുമ്പം ആ ഒരു ഇത് കിട്ടില്ല. അപ്പം എന്നാൽ പഴുപ്പ് ഒട്ടും ഇല്ലാത്തത് പാടില്ല കേട്ടോ. ഒരു മീഡിയം പഴുപ്പുള്ള പഴം എടുക്കുക. ഇനി ഇതുപോലെ ഫില്ലിങ് ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ നിറച്ച് കൊടുക്കുക. നമ്മളിപ്പോൾ പഴം തൊലിച്ചിട്ടാണ് ഇതുപോലെ ഫില്ലിങ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ പതുക്കെ വേണം ചെയ്ത് കൊടുക്കാൻ. ഇതിപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ കുഴപ്പമില്ല, കാരണം പഴം പൊട്ടിപ്പോവാനില്ല, നമ്മൾ പഴം തൊലിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഇതുപോലെ ഫില്ലിങ് നന്നായിട്ട് 3 വശത്തേക്ക് കൂടെ അകത്തേക്ക് ഫില്ലിങ് നന്നായിട്ട് വെച്ച് കൊടുക്കുക. പിന്നെ ഒരുപാട് പുറത്തേക്ക് തള്ളി നിൽക്കേണ്ട ഫില്ലിങ്. അത്യാവശ്യം അകത്തേക്ക് ഇതായിട്ടുണ്ടെങ്കിൽ നമുക്കത് ക്ലോസ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പഴം ആ ഒരു ഷേപ്പിൽ തന്നെ കിട്ടും. നമ്മൾ 3 വശത്തും ഒരേപോലെ കട്ട് ചെയ്തിട്ട് അകത്തേക്ക് വെച്ച് കൊടുക്കുമ്പോൾ, എന്നിട്ട് പതുക്കെ ആ തൊലിയൊന്ന് തൊളിച്ചു കൊടുക്കുക. അപ്പോൾ ഫില്ലിങ് നമ്മൾ ഈ ഒരു സ്റ്റേജിൽ തന്നെ ഉണ്ടാക്കും വേണം, അല്ലാണ്ട് വല്ലാണ്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഫില്ലിങ് പുറത്തേക്ക് വരും ചെയ്യും.
അപ്പോൾ ഇതാ നമ്മുടെ പഴനിറവ് ഇതാ അകത്തൊക്കെ ഫില്ല് ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ചിലർ പഴനിറവ് ഉണ്ടാക്കുമ്പം പഴം ടോസ്റ്റ് ചെയ്തെടുക്കും. സൈഡിലൊക്കെ മാവ് തുറന്ന ഭാഗങ്ങളൊക്കെ മാവ് വെച്ചിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുള്ളൂ. ഞാനിപ്പോൾ ഇത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുവാണ്, പഴം പൊരിക്കുന്ന പോലെ ചെയ്തെടുക്കുവാണ് കേട്ടോ. അപ്പം ഇതവിടെ ഇരിക്കട്ടെ, നമുക്ക് ബാക്കിയുള്ള പഴം ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അടുപ്പിച്ചടുപ്പിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യരുത്, 3 വശവും ഡിഫറെൻ്റ് ആയിട്ടുള്ള സൈഡിൽ വെച്ചിട്ട് കട്ട് ചെയ്യണം കേട്ടോ. പിന്നെ കട്ട് ചെയ്യുമ്പം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് 2 അറ്റത്തും ലാസ്റ്റ് വരെ കട്ട് ചെയ്യരുത്. കുറച്ചൊരു അറ്റം വെക്കണം, അല്ലെങ്കിൽ ലാസ്റ്റ് വരെ കട്ട് ചെയ്താൽ അത് പൊട്ടിപ്പോകും കേട്ടോ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ ടോസ്റ്റ് ചെയ്തിട്ട് ഉണ്ടാക്കാറുണ്ട്, പക്ഷേ എനിക്ക് തോന്നുന്നു അതിനേക്കാളും ടേസ്റ്റി നമ്മൾ പഴംപൊരിയൊക്കെ പൊരിക്കുന്ന പോലെ മാവിൽ മുക്കി പൊരിക്കുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ മാവിൽ മുക്കിയിട്ടാണ് പൊരിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സംഭവം തന്നെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ 4 പഴവും ഞാനിതുപോലെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫില്ലിങ് കുറച്ചുകൂടെ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഇനി നമുക്ക് പഴം ബാക്കിയുള്ളതും കൂടി തൊലിച്ചെടുക്കാം. പഴം തൊലിക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിച്ച് തൊലിക്കുക, പൊട്ടിപ്പോകുന്നില്ല എന്നാലും ഒന്ന് ശ്രദ്ധിച്ച് തൊലിക്കുക. പിന്നെ വല്ലാണ്ട് പഴുപ്പ് ഏറിയ പഴമാണെങ്കിൽ അത് ഭയങ്കര പതുക്കെ വേണം തൊലിക്കാൻ. അപ്പോൾ ഇനി അതവിടെ ഇരിക്കട്ടെ, നമുക്കിതിലേക്കുള്ള മാവ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിപ്പം 1.5 കപ്പ് മൈദപ്പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക, ഒരു കളറിനായിട്ടാണ്. പിന്നെ അതിലേക്ക് ഒരു നുള്ളു ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക, കുറച്ച് മതി ഉപ്പ്. അതുപോലെ പഞ്ചസാരയും കുറച്ച് മതി, കാരണം നമ്മളിതിലേക്കുള്ള ഫില്ലിങ്ങൊക്കെ മധുരത്തിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം വെള്ളം ഒരുപാട് ഒഴിച്ചു കൊടുക്കരുത്, നമുക്ക് നല്ല തിക്കായിട്ടുള്ളൊരു ബാറ്ററാണ് വേണ്ടത്, ഒരു മാവാണ് വേണ്ടത്. അപ്പോൾ വെള്ളം കുറേശ്ശെ ആയിട്ട്, പച്ചവെള്ളം തന്നെ കേട്ടോ, കുറേശ്ശെ ആയിട്ട് ഒഴിച്ചിട്ട് ഈ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ വല്ലാണ്ട് ലൂസാക്കരുത്, എന്നാൽ വല്ലാണ്ട് കട്ടിയും പാടില്ല. ഞാൻ ആ പരുവൊന്ന് കാണിച്ചു തരാം. വല്ലാണ്ട് ലൂസാക്കിയാൽ പിന്നെ നമുക്ക് മുക്കി പൊരിക്കുന്ന സമയത്ത് ആ ഒരു ടെക്സ്ചറിൽ കിട്ടില്ല. അതുപോലെ വല്ലാണ്ട് കട്ടിയായിട്ടുണ്ടെങ്കിൽ ഭയങ്കര കട്ടിയാവും നമ്മുടെ ഈ പഴനിറവ്. അപ്പം ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ തന്നെ വേണം. അതായത് നമ്മൾ ഇഡ്ലി മാവ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു പരുവാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ല ഇതായിട്ട് മാവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ ഡീപ്പ് ഫ്രൈ ചെയ്യാനുള്ള എണ്ണ കുറച്ച് പരന്ന പാത്രം എടുക്കുക കേട്ടോ, പരന്ന കുഴിയുള്ള പാത്രം എടുക്കുക. എന്നിട്ട് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പഴം ഈ മാവിൽ പതുക്കെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് എടുക്കുക. മാവ് നന്നായിട്ട് കോട്ട് ചെയ്ത് വരണം പഴത്തിൽ, നമ്മൾ പഴംപൊരിയൊക്കെ പൊരിക്കുന്ന പോലെ തന്നെ. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ രണ്ടെണ്ണം വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. എന്തായാലും 4 ഒരുമിച്ച് നമുക്കിതിൽ ഫ്രൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം ആക്കിയിട്ടാണ് ഫ്രൈ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഫ്ലെയിമിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്യരുത്, കാരണം നമുക്ക് പഴത്തിൻ്റെ അകത്തൊക്കെ ഒന്ന് കുക്ക് ചെയ്ത് കിട്ടണമല്ലോ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കരുത്. അപ്പോൾ ഒരു വശം ഒന്ന് കുക്കായ ശേഷം മാത്രം തിരിച്ചിട്ട് കൊടുക്കുക. പെട്ടെന്ന് നമ്മൾ എണ്ണയിലേക്ക് ഇട്ട പാടന്നെ അപ്പം തന്നെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ മാവ് അവിടെ അടിയിൽ പിടിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, എണ്ണ ചൂടില്ലാണ്ട് ഇട്ട് കൊടുക്കരുത്. അപ്പോഴും മാവ് ഈ പഴത്തിൽ നിന്ന് വിട്ടുപോകും, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. സാധാരണ നമ്മൾ പഴം പൊരിക്കുന്ന പോലെ തന്നെ. അപ്പോൾ നമ്മുടെ പഴനിറവ് റെഡി ആയിട്ടുണ്ട്, 2 വശവും നന്നായിട്ട് കുക്കായിട്ടുണ്ട്. പിന്നെ പഴമല്ലേ, വല്ലാണ്ട് കുക്ക് ചെയ്യണമെന്നൊന്നുമില്ല, പെട്ടെന്ന് തന്നെ കുക്കാവും. പിന്നെ മാവ് ഒരുപാട് കട്ടിയിലെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അകത്ത് കുക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ആ ഒരു മാവിൻ്റെ പരുവവും അതുപോലെ പഴത്തിൻ്റെ പഴുപ്പൊക്കെ നോക്കിയിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ രണ്ടാമത്തെ ബാച്ചും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ പഴംപൊരി പൊരിക്കുവാണെങ്കിൽ കുറേ നേരം ഇരുന്നിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കണമല്ലോ. ഇതിപ്പോൾ നമ്മൾ 4 പഴം ഒരുമിച്ച് ഇതുപോലെ ചെയ്തെടുത്തിട്ട് പിന്നെ നമുക്ക് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നല്ല എളുപ്പത്തിൽ പണി പെട്ടെന്ന് കഴിയും, എന്നാൽ നല്ല ടേസ്റ്റുമായിട്ടത് കഴിക്കാൻ. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ബാച്ചും റെഡി ആയിട്ടുണ്ട്, നമ്മുടെ പഴനിറവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. മൊത്തത്തിൽ നല്ല ഭംഗിയില്ലേ കാണാൻ. അപ്പോൾ ഇതിങ്ങനെ മാവിൽ മുക്കി പൊരിക്കുമ്പോഴാണ് അതിൻ്റേതായ ഒരു ഭംഗി കിട്ടുന്നത് കേട്ടോ. നമ്മളിത് ബ്രെഡ് ടോസ്റ്റ് ചെയ്യുന്ന പോലെ എണ്ണയിൽ ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭംഗി കിട്ടില്ല.
അപ്പോൾ ഇനി നമുക്കിത് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരെണ്ണം 2 പീസാക്കിയിട്ട് കട്ട് ചെയ്യാം. അങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ പഴനിറവ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ പൊട്ടിപ്പോവേ അല്ലെങ്കിൽ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റാണ്ടാവേ അങ്ങനെയൊന്നും ആവില്ല ഇതുപോലെ ഉണ്ടാക്കുവാണെങ്കിൽ. അപ്പോൾ എല്ലാവർക്കും പഴനിറവൊക്കെ ഉണ്ടാക്കാൻ അറിയുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ നമ്മുടെ ayeshas കിച്ചൺ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതോടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം. ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. പിന്നെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ഫുഡ് റിവ്യൂ ആണ്. നമ്മൾ അജ്മാനിൽ പോയപ്പോൾ ഒരു പാകിസ്ഥാനി റെസ്റ്റോറൻറ്റിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഫുഡിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അജ്മാനിലുള്ള കറാച്ചി ദർബാറിലോട്ടാണ് പോകുന്നത്. ഇതൊരു പാകിസ്ഥാനി റെസ്റ്റോറൻ്റാണ്. അപ്പം കുറേ നാളായിട്ട് ഇങ്ങനെ വിചാരിക്കുന്നത് കുറച്ച് പാകിസ്ഥാനി ഡിഷസ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. പുറത്ത് പോവുകയാണെങ്കിൽ ഒന്ന് ടേസ്റ്റ് ചെയ്യണം. അപ്പോൾ ഏതായാലും ഇതിനായിട്ട് വന്നതല്ല, വേറൊരു ആവശ്യത്തിന് വന്നായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഏകദേശം ഫുഡ് ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് ഉണ്ടാക്കാൻ നേരമില്ലാത്തതുകൊണ്ട് വന്നതാട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് പാകിസ്ഥാനി ഡിഷസ് തന്നെയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അവിടെ ഇന്ത്യൻ ക്യൂസിനുണ്ട്, പക്ഷേ പാകിസ്ഥാനി ഡിഷസാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പം അതൊന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് വന്നത്. പിന്നെ ആദ്യം തന്നെ ഒരു സൂപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. റീന് സൂപ്പ് വേണമെന്ന് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പായിരുന്നു. കുഴപ്പമില്ല, വലിയ അതൊന്നും പറയാനില്ല, എന്നാലും ആവറേജ് ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഇവിടെ മെയിനായിട്ട് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് റുമാലി റൊട്ടി, അതുപോലെ ബട്ടർ നാനും, പിന്നെ ചിക്കൻ ടിക്ക ബിരിയാണി, പിന്നെ ഒരു ചിക്കൻ ഫ്രൈ അതിൻ്റെ കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കടായി ചിക്കൻ, ഇതൊക്കെയായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് ചിക്കൻ ടിക്ക ബിരിയാണി. ബോൺ ഉള്ളതുണ്ട്, ബോൺലെസ് ഉണ്ട്. നമ്മൾ ബോൺലെസ് ആണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ബ്രെഡ് കണ്ടോ, ഇത് ബ്രെഡല്ല, ഇത് നമ്മുടെ ബട്ടർ നാനാണ്. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഒരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ റുമാലി റൊട്ടി നല്ല അടിപൊളിയായിരുന്നു. നല്ല സോഫ്റ്റായിട്ടുള്ള ഭയങ്കര നൈസായിട്ടുള്ള റൊട്ടിയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ കടായി ചിക്കനും, ഇത് മൂന്നും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കടായി ചിക്കൻ്റെ ആ ഗ്രേവി നല്ല ടേസ്റ്റി ആയിരുന്നു. പിന്നെ ചിക്കൻ ടിക്ക ബിരിയാണി എനിക്ക് അങ്ങോട്ട് പെർഫെക്റ്റായിട്ട് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഞാൻ വേറെ സ്ഥലത്ത് നിന്ന് ചിക്കൻ ടിക്ക ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് വേറൊരു ടേസ്റ്റ് തന്നെയായിരുന്നു. അപ്പം ഇത് ഒരു മസാല ഒന്നും ഇല്ലാത്ത പോലെ തോന്നി. റൈസൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ ഗ്രേവിയൊക്കെ ഉണ്ട്, എന്നാൽ പോലും ആ ഒരു കോമ്പിനേഷൻ ശരിയായില്ല. പിന്നെ ചായ കുഴപ്പമില്ലായിരുന്നു, കറക്റ്റ് ചെയ്യായിരുന്നു. അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഇത് ബട്ടർ നാൻ അടിപൊളിയായിട്ടോ, നല്ലൊരു ടേസ്റ്റായിരുന്നു. നമ്മൾ സാധാരണ കഴിക്കുന്ന ബട്ടർ നാൻ്റെ ടേസ്റ്റ് അല്ലായിരുന്നു കേട്ടോ. അത് ഒരു ബ്രെഡ് സ്റ്റൈലുള്ള ഒരു നാനായിരുന്നു, എന്നാൽ ബ്രെഡും അല്ല, ആ ഒരു പരുവായിരുന്നു. ബട്ടർ നാനും അതുപോലെ കടായി ചിക്കനും നല്ല ടേസ്റ്റായിരുന്നു, നല്ല കോമ്പിനേഷനായിരുന്നു.
അപ്പോൾ കറി ഒഴിച്ചിട്ട് ഞാനൊന്ന് ബിരിയാണി ടേസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു, പക്ഷേ അതുകൊണ്ട് ഒരു കോമ്പിനേഷൻ വന്നില്ല. അപ്പോൾ എന്തായാലും ഇതുപോലെ ഇങ്ങനെ പാകിസ്ഥാനി ഫുഡൊക്കെ ട്രൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ വന്നിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു ഡിഷസ് ഉണ്ടല്ലോ, ബട്ടർ നാനും അതുപോലെ റുമാലി റൊട്ടി, അതുപോലെ കടായി ചിക്കൻ, ഇതൊക്കെ കുഴപ്പമില്ലാത്ത ഡിഷസാണ്. ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഡിഷസൊക്കെ തന്നെയാണ്. പിന്നെ നമ്മൾ അവിടുന്ന് വേഗം പോന്നു, അധികം നേരം നിൽക്കാനുള്ള സമയമില്ലായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിലെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്നത്തെയും പോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാലും ഇല്ലെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക. പുതിയൊരു വ്ളോഗുമായിട്ട് വീഡിയോ ആയിട്ടൊക്കെ വരുന്നവരേക്കും ബൈ, താങ്ക് യു.